സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ ജാഗ്രതക്കുറവുണ്ടായോ എന്നാണ് ചോദ്യം. തീർച്ചയായും ജാഗ്രതക്കുറവുണ്ടായി എന്ന് മാത്രമല്ല, ആ ജാഗ്രതക്കുറവ് ഒരു രാഷ്ട്രീയ വീഴ്ചയുടെ ഒരു ബാലൻസിങ് ആക്റ്റാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും, നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെഷൻസ് കോടതി ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ MLA ആയ മുകേഷിന് ജാമ്യം അനുവദിക്കുമ്പോൾ ആ ജാമ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പീൽ പോകുമെന്ന ആദ്യഘട്ട വാർത്ത നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. വളരെ പെട്ടെന്ന് ആ ജാമ്യത്തിൻ്റെ അപ്പീൽ പോകേണ്ടതില്ല എന്ന് സർക്കാർ തീരുമാനിക്കുന്നു. ഇന്ന് അല്പസമയം മുമ്പ് നടന്ന ചർച്ചയിലും ഇടതു പ്രതിനിധി പറഞ്ഞത് അങ്ങനെ ഒരു ലീഗൽ അഡ്വൈസ് കിട്ടിയതിനെ തുടർന്നാണ് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. പ്രോസിക്യൂഷൻ അപ്പീൽ പോകണമെന്നാവശ്യപ്പെടുകയും പ്രോസിക്യൂഷൻ്റെ ആവശ്യത്തെ നിരാകരിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ്? സ്വാഭാവികമായും നമ്മൾ പറയാറുള്ളത് പോലെ ഒരു കുറ്റകൃത്യം, പ്രത്യേകിച്ചൊരു ലൈംഗിക പീഡനം, ഒരു കുറ്റകൃത്യം നടന്നാൽ അത് സ്റ്റേറ്റിനെതിരെയാണ് എന്നതാണ് നമ്മളുടെ ടേക്ക്. അങ്ങനെയാണെങ്കിൽ അതിന്മേൽ ഒരു അതിജീവിത വന്ന് പരാതി പറയുകയും അതിന്മേലൊരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ആ കേസിന്മേലൊരു അന്വേഷണം നടക്കുകയും ആ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാമ്യം ലഭിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്താൽ സ്വാഭാവികമാണ് അപ്പീൽ പോവുക എന്നുള്ളത്. അപ്പോൾ മുകേഷിൻ്റെ കാര്യത്തിൽ അപ്പീൽ പോകാതിരുന്ന സർക്കാർ എങ്ങനെയാണ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്നത് എന്നൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതാണൊരു ബാലൻസിങ് ആക്ട്. കാര്യം സിദ്ദിഖിനെ നമ്മൾ കാണുന്നതും സിദ്ദിഖിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള അഫിലിയേഷനും മറുപക്ഷത്ത് പ്രതിപക്ഷവും കോൺഗ്രസുമായിട്ടുമാണ്. അപ്പോൾ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പല രാഷ്ട്രീയ നിരീക്ഷണങ്ങളും നടത്തുകയും അങ്ങനൊരു പ്രതീതി ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്ന സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുകയും മുകേഷിൻ്റെ ജാമ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കാനും സാധ്യമല്ല. അപ്പോൾ ഇതിനകത്തൊരു ബാലൻസിങ് ആക്ട് ഉണ്ടോ എന്ന് ആളുകൾ സംശയിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. അതല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഓഗസ്റ്റ് മാസം അവസാനം ഓഗസ്റ്റ് 28-ാം തീയതി മ്യൂസിയം പോലീസിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നൊരു കേസിൽ സെപ്റ്റംബർ മാസം 24-ാം തീയതി ആയിട്ടും IPC 375, 376, IPC 376 എന്നാൽ വളരെ ക്രൂരമായ ബലാത്സംഗത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുന്ന വിഭാഗമാണ്. അപ്പോൾ ഇത്തരം ഗുരുതരമായ കൊഗ്നിസിബിളായ ഒരു ഒഫൻസ് ചെയ്തിരിക്കുന്ന ഒരു കുറ്റവാളിയെ ഈ ജീവപര്യന്തം കഠിന തടവ് വരെ ശിക്ഷിക്കപ്പെടാം കുറ്റം തെളിഞ്ഞാൽ എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കേസിലെ പ്രതിയെ ഒരു ദിവസം പോലും, ഒരു മണിക്കൂർ പോലും ചോദ്യം ചെയ്യാൻ എന്തുകൊണ്ടാണ് SITക്ക് കഴിയാതെ പോയത്? ഇന്നിപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായി, വാദത്തിൻ്റെ ഭാഗമായി പ്രോസിക്യൂഷൻ കോടതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അതിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം ഇതാണ്: സാഹചര്യ തെളിവുകളുണ്ട്, സ്റ്റോക്ക് പൈൽ ഓഫ് എവിഡൻസ് ഉണ്ട്, തെളിവുകളുടെ ഒരു കൂമ്പാരം പ്രോസിക്യൂഷൻ്റെ കയ്യിലുണ്ട് എന്നാണ്. തെളിവുകളുടെ കൂമ്പാരം കയ്യിലുള്ള പ്രോസിക്യൂഷൻ എന്തുകൊണ്ടാണ് സിദ്ദിഖിനെ ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും ചോദ്യം ചെയ്യണമെന്ന് തോന്നാതെ പോയത്? എന്തുകൊണ്ടാണ് ഈ പ്രോസിക്യൂഷൻ സിദ്ദിഖിനെ വിളിച്ചു വരുത്തി ഏത് ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന്, ഏത് മൊബൈൽ ഫോണിൽ നിന്ന്, ഏത് ഇലക്ട്രോണിക് ഗാഡ്ജറ്റിൽ നിന്നാണ് നിങ്ങൾ ഈ അതിജീവിതയ്ക്ക് ആദ്യം 2014 മെസ്സേജ് അയച്ചു തുടങ്ങിയത്? ഏത് ഗാഡ്ജറ്റിൽ നിന്നാണ് നിങ്ങൾ സ്കൈപ്പ് വഴി ഇവരുമായി ആശയവിനിമയം നടത്തിയത്? ഏത് മൊബൈൽ ഫോണിൽ നിന്നാണ് നിങ്ങൾ ഇവരെ വിളിച്ചു വരുത്താൻ ശ്രമിച്ചത്? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തുകൊണ്ടാണ് അന്വേഷിക്കാതെ പോയത്? മ്യൂസിയം പോലീസ് ഈ മസ്കിറ്റോ ഹോട്ടലിലും നിള തിയേറ്ററിലും നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തിയ തെളിവുകളാണ് ഇപ്പോൾ ഈ ജാമ്യം നിഷേധിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമായി മാറിയത്. പക്ഷേ അപ്പോഴും SIT ഈ വിഷയത്തിൽ എന്ത് ജാഗ്രത കാണിച്ചു എന്നുള്ളത് ചോദ്യമുനയിൽ തന്നെ നിൽക്കുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സീൻ ബഹസർ തയ്യാറാക്കിയ പോലീസ്, ഈ വിഷയത്തിൽ ഒരു തെളിവുകളുടെ കൂമ്പാരമുണ്ടെന്ന് പറയുന്ന പോലീസ് ഈ കുറ്റാരോപിതനെ ചോദ്യം ചെയ്യാൻ കഴിയാതെ പോയത് തന്നെ വെറും ജാഗ്രതക്കുറവ് മാത്രമല്ല, അത് നേരത്തെ തീരുമാനിച്ചിരിക്കുന്നത് പോലെ ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ തുടർച്ച കൂടിയാവണം. അതല്ലെങ്കിൽ ഇതിനകം തന്നെ സിദ്ദിഖിനെ ചോദ്യം ചെയ്യാനും സിദ്ദിഖുമായി ബന്ധപ്പെട്ട സിദ്ദിഖിനെ ലൊക്കേറ്റ് ചെയ്യാനും SITക്ക് കഴിയുമായിരുന്നു. ഇത് കൊടുക്കുന്ന മെസ്സേജ് അതാണ് ഈ വിധിയുടെ 24-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്. ഈ വിധിയിലും ഹൈക്കോടതി പറയുന്നുണ്ട്, ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബാക്കി കാര്യങ്ങൾ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നത് കൊണ്ട് അതിൻ്റെ മെറിറ്റിലേക്ക് പോകുന്നില്ലെന്ന് പറയുമ്പോഴും 4.5 മാസക്കാലം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സ്പിനിക്സ് ലൈക്ക് സൈലൻസ് എന്നാണ് കോടതി പറയുന്നത്. അത്രയും ഗുരുതരമായ മൗനം ഈ സർക്കാർ പാലിച്ചു എന്നാണ് ഈ വിധിന്യായത്തിലും പറയുന്നത്. പ്രേക്ഷകർ ഓർമ്മിക്കേണ്ടത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിനെ എടുത്തു കുടയുന്ന വിധിയിൽ പറഞ്ഞത് എന്താണെന്നറിയാമോ? നിഷ്ക്രിയവും നിശബ്ദവുമായിരിക്കുകയല്ല ഒരു സർക്കാർ ഈ വിഷയത്തിൽ ചെയ്യേണ്ടത് എന്നാണ്. ഇനേർട്ടായിരിക്കുക, അതേസമയം തന്നെ സൈലൻ്റ് ആയിരിക്കുകയല്ല ഈ വിഷയത്തിൽ വേണ്ടത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ നിഷ്ക്രിയത്വം ഉണ്ടായി ഈ വിഷയത്തിൽ, അതിൻ്റെ ഒരു തുടർച്ച എന്ന വണ്ണമാണ് ഞാൻ ഈ അറസ്റ്റിൽ ജാഗ്രതക്കുറവുണ്ടായി എന്ന് പറയുന്നത്. അതൊരു നിഷ്ക്രിയത്വത്തിൻ്റെ തുടർച്ചയാണ്.
വളരെ ഗുരുതരമായ ഒരു ഒഫൻസാണ് സിദ്ദിഖ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ആയതുകൊണ്ടാണല്ലോ IPC 376 ചാർജ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്ന ചോദ്യം ഉണ്ടാവുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറുപക്ഷത്ത് മുകേഷിന്റെ കാര്യത്തിൽ ജാമ്യത്തിനെതിരെ അപ്പീൽ പോകേണ്ടത് തീരുമാനിക്കുന്ന സർക്കാരിന് സിദ്ദിഖിന്റെ കാര്യത്തിൽ മാത്രമായി ഒരു തീരുമാനമെടുക്കാൻ കഴിയുമോ എന്ന ചോദ്യം പ്രസക്തമാകും. അതുകൊണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 4.5 വർഷക്കാലം അടയിരുന്ന നിശബ്ദത പാലിച്ച സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിജീവിതകളുടെ പ്രശ്നം മുന്നോട്ട് പോകുന്നത് തലവേദനയാകുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ വേണ്ടത്ര ജാഗ്രത ഇല്ലാതെ പോകുന്നത്. ഒരു കാര്യം കൂടി പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ, SIT രൂപീകരിക്കുന്നത് ഇന്നിപ്പോൾ പറയുന്നു, SIT രൂപീകരിച്ചത് ഈ സർക്കാർ കോടതി ഉത്തരവ് ഇല്ലാതെയല്ലേ? പക്ഷേ ആ SITയുടെ ടേംസ് ഓഫ് റെഫറൻസിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പുറത്തു വന്ന വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കാനാണ് SIT വന്നത്. SIT പിന്നീട് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള മൊഴികൾ കൂടി അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ SITയിലാണ് ഇപ്പോൾ തങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് ഈ സിദ്ദിഖുമായി ബന്ധപ്പെട്ട കേസിൽ പരാതി നൽകിയിരിക്കുന്ന അതിജീവിത പറയുന്നത്. അവിടെയാണ് ഈ സിദ്ദിഖിന് അനുകൂലമായ നീക്കം ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് ഒരു വിമർശനം ഉന്നയിക്കുന്നത്. ഇതൊക്കെ മുന്നിലേക്ക് വയ്ക്കുമ്പോൾ ഈ ഇലക്ട്രോണിക് ഡിവൈസുകളടക്കം ശേഖരിക്കാനും അതുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരിക്കാനുമുള്ള ഒരു സാധ്യത, ഒരു ഗോൾഡൻ അവർ, സുവർണ അവസരം, സുവർണ മണിക്കൂറുകൾ ഈ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ SIT പാഴാക്കിയിരിക്കുന്നു. ഇന്ന് പുലർച്ചെ 3:30 ഒരു കറുത്ത ക്രെറ്റ കാറിൽ കൊച്ചി നഗരത്തിലെ ഒരു പ്രദേശത്ത് കൂടി സിദ്ദിഖ് സഞ്ചരിച്ചു എന്നൊരു വിവരം നമുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ വിവരം എന്തുകൊണ്ട് SITക്ക് കിട്ടിയിട്ടില്ല? എവിടെയാണ് സിദ്ദിഖ് പോയത് എന്ന് കിട്ടിയിട്ടില്ല. അദ്ദേഹം സഞ്ചരിച്ച കറുത്ത ക്രെറ്റ കാർ ഒരു സിനിമാ താരത്തിൻ്റെതല്ലേ? ആ സിനിമാ താരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസ് നേരത്തെ രജിസ്റ്റർ ചെയ്തിരുന്നില്ലേ? അദ്ദേഹം ആ കേസിലെ ഒരു പ്രധാനപ്പെട്ട സാക്ഷിയല്ലേ? 2017 നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്ന് 8ാമത്തെ പ്രതിയായി ചേർക്കപ്പെട്ടിരിക്കുന്ന ദിലീപിനെ കാണാൻ അന്വേഷണം നടക്കുന്ന വേളയിൽ പോലീസ് ക്ലബ്ബിൽ പോയ ആദ്യത്തെ പ്രമുഖന്റെ പേര് സിദ്ദിഖ് എന്നല്ലേ? ആ സിദ്ദിഖ് അന്ന് അദ്ദേഹത്തെ കണ്ടതിനു ശേഷം പിന്നീട് വീട്ടിൽ പോയി കാണുകയും ഒരുമിച്ചിരുന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയും അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് മറൈൻ ഡ്രൈവിൽ വെച്ച് നടന്ന നടിക്ക് വേണ്ടിയുള്ള ഐക്യദാർഢ്യ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചതും പ്രേക്ഷകർ കണ്ടതല്ലേ? അന്ന് സിദ്ദിഖ് പറഞ്ഞ വാചകം ഓർമ്മയുണ്ടോ? പെണ്ണെ, നിന്റെ കണ്ണുകൾ ജ്വലിക്കട്ടെ, നിന്നെ ഇര മാത്രമാക്കുന്ന കാട്ടുനീതിക്ക് മുന്നിൽ ഒരു ഒരു തീക്കനലെങ്കിലും ആവണം, വേട്ടയാടാൻ മാത്രം അറിയുന്ന കാട്ടാളന്മാരെ ജീവിതാവസാനം വരെ പൊള്ളിക്കുന്ന തീക്കനൽ എന്നല്ലേ സിദ്ദിഖ് പറഞ്ഞത് 2017? അന്ന് സിദ്ദിഖ് പറഞ്ഞ വാചകം ഇന്ന് സിദ്ദിഖിനെ പൊള്ളിക്കുന്നുണ്ടാകുമല്ലോ. ഇന്ന് അതിജീവിത നമ്മളോട് ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വാചകം പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടല്ലോ. ക്രൂരമായി പീഡിപ്പിച്ച ശേഷം തൻ്റെ മുന്നിലിരുന്ന് മീനും തൈരും കൂട്ടി ഭക്ഷണം കഴിക്കുന്ന ഈ നടൻ സിദ്ദിഖ് പറഞ്ഞ വാചകം എന്താണ്? വിരുദ്ധാഹാരം മോശമാണെന്ന് ചിലർ പറയുമായിരിക്കും. പക്ഷേ ഭക്ഷണത്തിലെ വൈവിധ്യം എനിക്കിഷ്ടമാണെന്ന് ലൈംഗിക ചുവയോടുകൂടി ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ മുന്നിലിരുന്ന് പറഞ്ഞ ഒരു നടനാണ്, അല്ലെങ്കിൽ ഒരു കുറ്റാരോപിതനാണ് സിദ്ദിഖ് എന്നുള്ളതും നമ്മുടെ മുന്നിലില്ലേ? ആ സിദ്ദിഖിനെ എന്തുകൊണ്ട് ഒരു നിമിഷമെങ്കിലും ചോദ്യം ചെയ്ത് SIT വിളിച്ചില്ല എന്ന ചോദ്യം പ്രസക്തമല്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇത് കേവലം ജാഗ്രതക്കുറവ് മാത്രമല്ല, ഇതൊരു പൊളിറ്റിക്കൽ ബാലൻസിങ് ആക്റ്റാണ്. ഇത് ഈ വിഷയത്തിൽ അതിജീവിതകളുടെ മൊറയിലിനെ, അവരുടെ ആത്മധൈര്യത്തെ ഒട്ടും ഉണർത്താത്ത ഒരു നിലപാടായിട്ടേ ഞാനതിനെ വ്യാഖ്യാനിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വിധി ന്യായത്തിൽ പറയുന്നത് പോലെ ഈ കേസുമായി ബന്ധപ്പെട്ട ഗുരുതരമായ തെളിവുകൾ പ്രോസിക്യൂഷന്റെ കൈവശമുള്ള പക്ഷം നേരത്തെ തന്നെ SIT സിദ്ദിഖിനെ ചോദ്യം ചെയ്യണമായിരുന്നു, നിയമത്തിന് മുന്നിൽ എത്തിക്കണമായിരുന്നു. അതിനുവേണ്ടിയാണ് ഇപ്പോൾ സൂചി കൊണ്ടെടുക്കേണ്ടത് JCB കൊണ്ടുപോലും എടുക്കാൻ പറ്റാതെ ഇനി ഡ്രഡ്ജർ കൊണ്ടെടുക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് എന്നാണ് എൻ്റെ ടേക്ക്. അത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ബാലൻസിങ് ആക്ടിന്റെ തുടർച്ചയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. Meet the editors.